നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. CPM വിട്ട RMB രൂപീകരിച്ച TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ശിക്ഷ കോടതി ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തി. നേരത്തെ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട 1 മുതൽ 5 വരെ പ്രതികൾക്കും 7ാം പ്രതിക്കുമാണ് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം നൽകിയത്. 2044 വരെ അഥവാ 20 വർഷം ഈ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നും കോടതി പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്ക് പുറമെ ഏറ്റവും ഒടുവിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു. TP വധം വീണ്ടും ചർച്ചയാവുകയാണ്. ഹൈക്കോടതി വിധി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ സ്വാധീനിക്കുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354200. പല തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയായ TP ചന്ദ്രശേഖരൻ വധക്കേസ് ഇപ്പോൾ വീണ്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചയാവാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. ഇന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാനമായ ആ വിധി ഉണ്ടായത്. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി കോടതി ഉയർത്തി. നേരത്തെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 1 മുതൽ 5 വരെ പ്രതികൾക്കും 7ാം പ്രതിക്കുമാണ് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം നൽകിയത്. 20 വർഷം അഥവാ 2044 വരെ ഈ ശിക്ഷ തുടരണം എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ അവർക്ക് ലഭിച്ച ഇളവുകൾ ഇനി അനുവദിക്കില്ല എന്നതുകൂടി കോടതി വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും സുബേറാണ് ചേരുന്നത്. ശ്രീ സുബേർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഹൈക്കോടതിയുടെ വിധി അത് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ വന്ന വിധി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ സ്വാധീനിക്കുമോ? തീർച്ചയായിട്ടും സ്വാധീനിക്കും. അതായത് അവരന്ന് പറഞ്ഞ എന്താണ്, മണി പറഞ്ഞെന്താണ്, ഞങ്ങൾ തല്ലിക്കൊല്ലും, വെട്ടിക്കൊല്ലും, ചവിട്ടിക്കൊല്ലും. 52 വെട്ടിയിട്ട് മനുഷ്യനെ തല്ലി കൊന്നിട്ട് അവര് ന്യായീകരിക്കാൻ നിൽക്കല്ലേ. ഇതിൽ പ്രധാന പ്രതിനെ ഇപ്പോഴും പിടിച്ചിട്ടില്ല. ഇതിൽ ബ്രെയിനാറ് വർക്ക് ചെയ്തിട്ടുള്ളത് ജയരാജൻ, പിണറായി വിജയൻ. അവരാദ്യം പിടിച്ച് അകത്താക്കണം. അവരാണെങ്കിലും മെയിൻ ആയിട്ട് ആൾക്കാർ, അവരെ അഡ്വൈസ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്ത് ചെയ്തു വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? നമുക്ക് വികാരം വരുന്നത് കേൾക്കുമ്പോ ഇല്ലേ, രോമാഞ്ചം. എന്താണ് ചെയ്തത്? മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പലതവണ ചർച്ചയായ വിഷയമാണ്. കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് TP ചന്ദ്രശേഖരൻ കൊലപാതക കേസും അതിലെ CPMന്റെ ബന്ധവും അത് സംബന്ധിച്ച പാർട്ടിയുടെ വാദങ്ങളും എതിർവാദങ്ങളും ഒക്കെ. ഇപ്പോൾ ഹൈക്കോടതി വിധി കൂടി വന്നിരിക്കുന്നു. നേരത്തെ ശിക്ഷ ലഭിച്ച 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 2 CPM പ്രവർത്തകർക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ കൂടി, ഏറ്റവും ഒടുവിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് ജീവപര്യന്തം ശിക്ഷ കൂടി നൽകിയിരിക്കുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ഇത് വടക്കൻ മലബാറിലെ ചില മണ്ഡലങ്ങളിൽ ബാധിക്കാനായിട്ട് കാരണങ്ങളുണ്ട്. മാത്രമല്ല, ഇത് കേരളത്തിൽ നടന്നു വന്ന അപൂർവമായ കൊലപാതകത്തിലൊന്നാണ്. അതുകൊണ്ട് പാർട്ടി ബന്ധം വളരെ ശക്തമാണ് ഇതിനകത്ത്. എന്തൊക്കെ ന്യായീകരണം പറഞ്ഞെന്ന് പറഞ്ഞാലും CPM ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും പറ്റില്ല. ശരി, മറ്റു പ്രേക്ഷകരുണ്ടാവും. വടകരയിൽ നിന്നും ശ്രീ ഗോവിന്ദനാണ്. ശ്രീ ഗോവിന്ദൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാല് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരിലൊക്കെ വളരെയധികം ഈ കേസുമായിട്ട് ഈ വളരെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ഇലക്ഷനെ ബാധിക്കും എന്നാണ് എന്റെ ഉറച്ച അഭിപ്രായം. ഡേവിഡ് പള്ളുരുത്തിയാണ് ഇനി ചേരുന്നത്. ശ്രീ ഡേവിഡ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി വിധി അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരുതരം നിശ്ചയ സംഭവങ്ങളായിരുന്നു. പിന്നെ അത് കോഴിക്കോട് ജില്ലയിലാണല്ലോ വടകര കിടക്കുന്നത്, അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനിയും അങ്ങനെ സാധാരണ ഒരു രാഷ്ട്രീയ കൊലപാതകം പോലെ തള്ളിക്കളയാവുന്ന ഒന്നായിരുന്നല്ലോ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. അത് കേരളം വലിയ ചർച്ച ചെയ്തതല്ലേ? ഇപ്പോഴാണല്ലോ ഇനിയും അത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് പറഞ്ഞു കേട്ടില്ല കുമാരൻകുട്ടി. അതുകൊണ്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഇതിലൊക്കെ വലുതായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള എക്കാലവും അവരുടെ കൂടെ നിന്നിട്ടുള്ള വടകര എന്ന് പറയുന്ന സീറ്റ് എന്നേക്കുമായിട്ട് അവർ നഷ്ടപ്പെടുത്തിയില്ലേ? അതിന് വലിയ അടി എന്താ ഉള്ളത്? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. ശരി, കണ്ണൂരിൽ നിന്നും ശ്രീ ദാസൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, സ്വാഭാവികമായും ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ നടക്കുന്നൊരു ജില്ല കൂടിയാണ് താങ്കളുടെ ജില്ല കണ്ണൂർ. ഇത് കോഴിക്കോടാണ് ഈ TP ചന്ദ്രശേഖരൻ കൊലപാതകം നടന്നത് എങ്കിൽ പോലും അത് കണ്ണൂരിൻ്റെയൊക്കെ കൂടി ഒരു എക്സെപ്ഷൻ എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ഈ കേസിൽ ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി വിധി അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ?
പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇലക്ഷനെ ബാധിക്കില്ല. അതെന്താണ് അങ്ങനെ? കാര്യം എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ എന്റെ അനുഭവമാണേ, ഈ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ഈ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് UDF അനുകൂലമായി വോട്ട് ചെയ്തു. മോദിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഇനി എന്തായാലും ഇന്ത്യ മുന്നണിയാണ്. ഇപ്പോൾ LDF കൂടിയാണ് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. 80% മുസ്ലിങ്ങളും LDF അനുകൂലമായി ഇപ്പോൾ. അപ്പൊ അത് നമ്മുടെ വിഷയം അങ്ങനെ അതല്ല. നമ്മുടെ വിഷയം ഈ TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം വന്നിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ CPM ഒക്കെ നേരത്തെ വാദിച്ചിരുന്ന ആ ഒരു നിലപാടിന് എതിരായിട്ടുള്ള ഒരു വിധി കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിരിക്കുന്നത്. അവസാനം 2 പേരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു. അവർ കൂടി ജീവപര്യന്തം ശിക്ഷ കോടതി നൽകിയിരിക്കുന്നു. അക്കാര്യത്തിലെ ഏറെക്കുറെ അക്കാര്യത്തിലെ രാഷ്ട്രീയമൊക്കെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കടക്കം വ്യക്തമാണ്. ഇനി ഏത് പാർട്ടിക്കാർ എന്തെല്ലാം പറഞ്ഞാലും അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ വിഷയം. അല്ല, അതിപ്പോ ഈ വടകരയൊക്കെ സ്വാധീനിക്കും. വടകരയെ സ്വാധീനിക്കാതിരിക്കൂല. വടകര എന്തായാലും സ്വാധീനിക്കും. ഏതായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ, ഈ തവണത്തെ ഇലക്ഷനിൽ ഇങ്ങനെ ഒരു ഏകീകരണം നടന്നു കഴിഞ്ഞു. അത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, ഓക്കെ. താങ്കൾ എന്തായാലും ആ വിഷയം വിട്ടാണ് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ചന്ദ്രൻ നായരാണ്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പിനെ ഈ വിധി ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? സാർ, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ കൊലപാതക രാഷ്ട്രീയം കാരണം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കാൻ, പേഴ്സണലായിട്ട് അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു വിധിയിലൂടെ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കൊരു അറുതി വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതി അത് ഊന്നി പറയുന്നുണ്ട്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ കഴിയുന്നിടത്തോളം കുറയ്ക്കണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാർ. ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. വയലാറിൽ നിന്നും ശ്രീ ശശിധരനാണ്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ ഇപ്പോഴുണ്ടായ ഹൈക്കോടതി വിധി അത് ഏറെക്കുറെ വ്യക്തമാണ്. കോടതി വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഇവർക്കെല്ലാം ഇരട്ട ജീവപര്യന്തം നൽകണം. പുതുതായി ചേർത്ത പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുന്നു. ഇത് വോട്ടിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ വോട്ടിനെ നിർണ്ണയിക്കാനൊക്കെ സാധ്യതയുണ്ടോ? അത് സാധ്യതയുണ്ടോന്ന് ചോദിച്ചാൽ അതിനിപ്പം LDF അടുത്ത നീക്കം എന്താന്ന് നടത്തിയിട്ടേ പറയാനൊക്കെ ഉള്ളൂ. ഒരു 2-3 മാസത്തെ പെൻഷനും ഒരു കിറ്റും നിങ്ങൾക്ക് തല്ലിക്കൂട്ടി കൊടുത്താൽ ഇത് പരിഹരിക്കാവുന്ന അവരിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നില്ലല്ലോ. അവർക്ക് ഇപ്പൊ പാർലമെന്റ് വരെ അവർ പറയും ഒരു 2 സീറ്റേ കിട്ടിയുള്ളെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് കഴിഞ്ഞ ഇലക്ഷൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇരട്ടി വിജയാന്ന് പറയും. അതിനുള്ള ഉളുപ്പ് ഇല്ലായ്മയൊക്കെ അവരുടെ കയ്യിലുണ്ട്. അത് കാരണം വലുതായിട്ടൊന്നും അവരെ ബാധിക്കൊന്നുമില്ല. കാരണം ബാധിക്കും, അത് ഉറപ്പായ കാര്യമാണ്. അല്ലാണ്ട് തന്നെ 100 കൂട്ടം പ്രശ്നമുണ്ട്. ഇടിവെട്ടിനെ പാമ്പ് കടിച്ച പോലെയാണ് ഈ വിധിയും കൂടെ വന്നിരിക്കുന്നത്. കാരണം മൊത്തത്തിൽ ഇടിവെട്ട് കൊണ്ട പോലെയാണ്. ജനങ്ങൾക്ക് ഇടയിറങ്ങി ഒന്ന് പരിശോധിച്ച് നോക്കണം. അല്ലാണ്ട് ദുബായി ഇരുന്നുകൊണ്ടും തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടും മഞ്ചേരി ഇരുന്നുകൊണ്ടും ഓരോരുത്തർ വിടുവാത്തരം പറഞ്ഞ പോലെ ജനങ്ങളുടെ ഇടയിലിറങ്ങി അവരെന്താ പറയുന്നത്. സർക്കാർ ഇപ്പോൾ ഇടയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയല്ലേ ഈ കേരള യാത്രയൊക്കെ നടത്തിയത്? അതൊക്കെ നമുക്ക് മനസ്സിലാകണം. ഇപ്പൊ ഈ ആര് പങ്കെടുത്തുന്നതാണ്? ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് പോയാൽ 10-100 പേര് പോകുന്നുണ്ട്. ശരി, ഓക്കെ. എന്നാലും താങ്കൾ അങ്ങനെ പറയുന്നു. അങ്ങനെ ആയിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ യാത്രയിലൊക്കെ വലിയ ആളുകൾ ഓരോ സ്ഥലങ്ങളിലും കൂടിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി എന്താണ് അവരുടെ ചിന്താഗതി എന്നുള്ളതും നമുക്ക് നിർണ്ണയിക്കാൻ ആളല്ല. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി അത് ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാറേ. ഇപ്പൊ ഈ ഹൈക്കോടതി വിധി കൊണ്ട് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരികയാണെന്നുള്ളൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അത് വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പിന്നെ പാർലമെന്റ് ഇലക്ഷനിലേക്ക് ഈ കൊലപാതക രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതേമാതിരി തന്നെ ഒരു കൊലപാതകമാണ്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, ബിൽക്കിസ് ബാനു കേസ്. അങ്ങനെയാണെങ്കിൽ കൊലപാതക രാഷ്ട്രീയമാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ചർച്ചാ വിഷയമാക്കണമെങ്കിൽ അത് വലിയൊരു വിഷയമായിട്ട് വരും. അതല്ല ഞാൻ പറഞ്ഞത്, പാർലമെന്റ് ഇലക്ഷനിൽ കൊലപാതക രാഷ്ട്രീയം അല്ല ചർച്ചയാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റു കുറെ കൊലപാതകങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്നുണ്ട്, അത് മുഴുവൻ ഒക്കെ ചർച്ചാ വിഷയമാക്കേണ്ടി വരും. ഇതേമാതിരി തന്നെയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ബിൽക്കിസ് ബാനു കേസിൽ എന്താണ്ടായി, ആ പ്രതികളെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 4 മാസം 5 മാസം അവിടെ സുപ്രീം കോടതി പറഞ്ഞ ഈ മറ്റേ രാമക്ഷേത്രം പണിയാണ് മുന്നേ അതിന്റെ ഉദ്ഘാടനത്തിന് മുന്നേ ഇവരോട് കീഴടങ്ങാൻ പറഞ്ഞത് ഇതേമാതിരി തന്നെയാണ്. അപ്പൊ ഈ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ പക്ഷേ തൽക്കാലം വിഷയം കേരളത്തിലുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിൽ കൂടി പോകേണ്ടതുണ്ട്. കൊല്ലത്ത് നിന്നും ശ്രീ രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേസിലെ വിധി ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? സാറേ, ഈ പിന്നെ TP ചന്ദ്രശേഖരൻ വധം കഴിഞ്ഞിട്ട് ഒരു 4 ഇലക്ഷൻ നടന്നു, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു. ഏതെങ്കിലും തരത്തില് ഇടതുപക്ഷത്തെ ബാധിച്ചോ എന്ന് എനിക്ക് സംശയമാണ്. ചെയ്തത് തെറ്റ് തന്നെ. ആ വിധിച്ചതും വിധിയും നല്ല കറക്റ്റാണ്. അതെല്ലാവരും ചെയ്തവർ. ഇപ്പോൾ നിയമസഭയിൽ ഒരു MLA ഉണ്ട്. MLA പേര് KK രമ എന്നാണ്. ആയിക്കോട്ടെ, ഒരു MLA അല്ലേ ഉള്ളൂ. അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പം രാജീവ് ഗാന്ധി ചെന്നില്ലയോ? അതുപോലെ ഉള്ളൂ. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് പോട്ടെ.
ഈ ചത്രാസ് എന്ന് പറഞ്ഞ യു.പിയിലെ ഒരു സ്ഥലത്ത് അല്ല, ബാധിച്ചില്ല എന്ന് താങ്കൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു MLA കൂടി ഉണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചത്. അല്ല, ഒരു കാര്യം ഞാനോട് ഒന്ന് പറഞ്ഞോട്ടോ. ഒരു ചത്രാസ് എന്ന് പറഞ്ഞ യു.പിയിലെ ഒരു പെൺകുട്ടിയെ പിന്നെ ഒരു MP-യുടെ മകൻ ബലാത്സംഗം ചെയ്ത് കൊന്നു. അതിന്റെ പരാതി പറയാൻ പോയ അപ്പനെ വെടിവെച്ച് കൊന്നു ആ MP. എന്നിട്ട് അവിടെ 76 സീറ്റും BJP-യാണ് ജയിച്ചത്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഏക്കുകയാണെങ്കിൽ ഞാനിപ്പോ കൊല്ലത്തൊരു സ്ത്രീയോട് ചോദിച്ചു ഈ TP ചന്ദ്രശേഖരനെ വധിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ ചോദിച്ചു. അവര് ചോദിച്ചു ആരാ ഈ TP ചന്ദ്രശേഖരൻ എന്നോട് ചോദിച്ചതാണ്. എന്തായാലും ശ്രീ രാജൻ, കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ താങ്കൾ ചോദിച്ച സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ജനങ്ങൾ എന്തായാലും അങ്ങനെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും യു.പിയിലെ ജനങ്ങളെ പോലെ എല്ലാ കാര്യങ്ങളും അറിയാതെ പോകുന്നതൊന്നുമല്ല. അവരെല്ലാം നിത്യം ടെലിവിഷനുകൾ കാണുകയും പത്രങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനവും. അവർ പെട്ടെന്ന് ഒരു കാര്യമെന്ന് മറന്നു പോകുന്ന മനുഷ്യരൊന്നുമല്ല. അവർക്കൊക്കെ ചിലപ്പോൾ അനുകൂലിച്ചും എതിർപ്പൊക്കെ അഭിപ്രായങ്ങൾ കാണും. ഓക്കെ, ഇനിയും ഈ ഇലക്ഷൻ കഴിഞ്ഞ് സാർ ഒന്ന് വിളിക്കണം, ഞാൻ അന്നേരം പറയാം ഇതിന്റെ മറുപടി. താങ്കൾക്ക് ഇലക്ഷൻ കഴിഞ്ഞ് ധൈര്യമായി തന്നെ വിളിക്കാം. താങ്കൾക്ക് ഇനിയും പൊതുവേദി എന്തായാലും തുടരും, അപ്പോൾ തന്നെ വിളിക്കാം. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. അബ്ദുൽ നാസറാണ്. ശ്രീ അബ്ദുൽ നാസർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഈ വിഷയത്തില് ഇത് ഇലക്ഷനെ ബാധിച്ചാലും ഇല്ലെങ്കിലും ഇത് ഒരു വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകം. പിന്നെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇലക്ഷനെ ബാധിച്ചോ എന്നുള്ളതല്ല, അത് കിട്ടണ്ട. അത് വളരെ മോശമായ പിന്നെ നമുക്കറിയാം മുഖമൊക്കെ വികൃതമായ രീതിയിലാണ് അന്ന് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് അർഹിച്ച ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, എന്തായാലും ഈ വിഷയത്തിൽ പൊതുവേദിയിൽ ചർച്ച ഇനിയും തുടരും. ആളുകൾക്ക് ഇനിയും വിളിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. TP ചന്ദ്രശേഖരൻ വധ കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം നൽകിയിരിക്കുന്നു. അവസാനം പ്രതി ചേർത്ത 2 പേർക്ക് കൂടി ജീവപര്യന്തം ശിക്ഷയും നൽകിയിരിക്കുന്നു. ഈ കേസിലെ വിധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളതാണ് ഈ ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ബാബുവാണ് വടകരയിൽ നിന്നും. ശ്രീ ബാബു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതെ, തീർച്ചയായും ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ വടകര ഈ TP ചന്ദ്രശേഖരന്റെ പരിസരത്തുള്ള ആളാണ്. മടപ്പള്ളി കോളേജ്. ഈ വിധി TP ചന്ദ്രശേഖരനെ നേരത്തെ അറിയാവുന്ന ആളായിരുന്നോ? തീർച്ചയായും അത്രയും നല്ല ഒരു വ്യക്തിയായിരുന്നു. രാഷ്ട്രീയത്തിൽ വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ശിക്ഷാവിധി ഈ വളരെ ഗുരുതരമായ ഒരു വോട്ട് ബാങ്ക് മാറ്റിമറിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, എപ്പോഴേ ഇതിന്റെ പ്രത്യാഘാതം CPM-ന് വന്നു കഴിഞ്ഞതാണ്. വർഷങ്ങൾ എത്രയായി ഈ പരിസരത്തുള്ള എല്ലാ പഞ്ചായത്തുകളും, കുഞ്ചിയം പഞ്ചായത്ത്, അഴിയൂർ പഞ്ചായത്ത്, ഏറാമല പഞ്ചായത്ത്, വടകര നിയമസഭാ മണ്ഡലം, പാർലമെന്റ് മണ്ഡലം എല്ലാം ഇതിന്റെ പേരിൽ CPM-ൽ നിന്നും കൈവിട്ടു പോയതാണ്. ഇത് ഇനിയും വളരെ ഭൂരിപക്ഷം കൂടുതൽ അടുത്ത സ്ഥാനാർത്ഥി ജയിക്കാനാണ് ഈ വിധി. താങ്കൾ RMP പ്രവർത്തകനാണോ അതോ? അല്ലല്ല, ഞാൻ RMP പ്രവർത്തകനല്ല. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. ഈ ഇടതുപക്ഷത്തിന്റെ തെറ്റായ നയങ്ങളിൽ നിന്നും മാറി ഞാൻ കോൺഗ്രസിലേക്ക് മാറിപ്പോയ ഒരാളാണ്. കാരണം അത്രയധികം മോശമായ ഒരു രാഷ്ട്രീയ ഇത് പിന്തുടരുന്ന ഒരു പാർട്ടിയായി CPM അതപ്പതിച്ചു കഴിഞ്ഞു. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇക്ബാലാണ്. ശ്രീ ഇക്ബാൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ വിധി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വന്നിരിക്കുന്ന ഈ വിധി തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സ്വാധീനിക്കും. എവിടെയെല്ലാം കൂടുതൽ സ്വാധീനം ഉണ്ടാവുക? അതായത് ഇവര് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഒരു സീറ്റിലാണ് CPM ജയിച്ചത്. ഇത് ആ സീറ്റ് കൂടി നഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹലോ, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്നും അനിൽ കൂടി ചേരുന്നുണ്ടോ? ശ്രീ അനിൽ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരമുണ്ട്, പറയൂ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കോടതി വിധിയെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യണം. കാരണം ഇനിയൊരു അമ്മമാരോ പെങ്ങന്മാരോ കുഞ്ഞുങ്ങളോ ഈ ലോകത്ത് കരയാൻ പാടില്ല. ഈ ഒരു കേരളത്തിന്റെ പേരിൽ വോട്ടിന്റെ കാര്യമൊന്നുമല്ല നമുക്ക് പ്രശ്നം. ഈ ഒരു കൊലപാതകം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു കുടുംബം നശിച്ചു പോകും അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിൽ ഇനി അങ്ങനെ ഉണ്ട്. നമ്മുടെ പ്രബുദ്ധ കേരളം എന്നല്ല നമ്മൾ പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ പറയുന്നത്. പക്ഷെ ഇത്തരം സംഭവങ്ങളും ഇടയ്ക്ക് നടക്കാറുണ്ട് കേരളത്തിൽ. ഉണ്ട് സാറേ, സമ്മതിച്ചു. പക്ഷെ അതൊക്കെ ഒഴിവാക്കണ്ടേ? അതെ, 100% അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇത്തരം ആശയങ്ങൾ കൊണ്ട് നേരിടുന്നതിന് പകരം കത്തി കൊണ്ട് നേരിടുന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. പ്രത്യേകിച്ച് ഈ ഏറ്റവും പുതിയ നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ടിനേക്കാളും വലുതല്ലേ നമ്മുടെ കുടുംബം. അതെ, എല്ലാം കൊണ്ടും ഒരാളുടെ ജീവൻ അത്രത്തോളം വിലയുണ്ട്. മറ്റെന്തിനേക്കാളും വിലയുള്ളതാണ്. ഇനി ആരുടെ ജീവനായാൽ പോലും ആ ജീവൻ അത്രത്തോളം വിലയുണ്ട്. അത്
അത് എടുക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, നാരായണൻ നായരാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ നാരായണൻ നായർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വോട്ടിനെ സ്വാധീനിക്കാൻ, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു നല്ല കോടതിയുടെ വിധി വന്നതും, പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ സാറേ, ഈ കുറ്റവാളികൾക്ക് അവരുടേതായിട്ടുള്ള സ്റ്റേറ്റിൽ ഒരു കാരണവശാലും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൂടാ. എങ്ങനെയാണ് ഒന്നുകൂടെ പറയൂ സാർ. ഈ കുറ്റവാളികൾ രാഷ്ട്രീയമായിട്ട് കൊലപാതകം ചെയ്യുന്നവരും റേപ്പ് ബലാത്സംഗം ചെയ്യുന്ന മൈനുകളുടെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാർക്കും ഒരു കാരണവശാലും അവരവരുടെ സ്റ്റേറ്റിൽ ജയിൽ ശിക്ഷ അനുവദിച്ചുകൂടാ. ശരി, ഓക്കെ, താങ്കളുടെ ഒരു അഭിപ്രായമാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരെല്ലാം പൊതുവായി ഏക അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. ഈ വിഷയം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ അർഹമായ ഒരു കോടതി വിധിയാണ്, അല്ലെങ്കിൽ ഉചിതമായ ഒരു കോടതി വിധിയാണ് ഉണ്ടായത്. അത് തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതിനുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പ്രതികരിച്ചത്. 1-2 പേർ മാത്രമാണ് മറിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.